ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് എൻ്റെ താമരത്തോട്ടം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിനു മുമ്പ് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ചന്ദ്രലേഖ, കരുവറ്റയിലാണ് എൻ്റെ വീട്. 18 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും സാങ്കേതിക കാരണങ്ങളാൽ വിരമിക്കേണ്ടി വന്ന ഒരു അധ്യാപികയാണ്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന എനിക്ക് ആ വിരമിക്കൽ വളരെ സങ്കടമായി. കുട്ടിക്കാലം മുതൽ പൂക്കളെ ഇഷ്ടപ്പെട്ടിരുന്ന എനിക്ക് എൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കി എൻ്റെ മകൻ എനിക്ക് കുറേ ഓർക്കിഡുകൾ സമ്മാനിച്ചു. ഞാൻ ആ ഓരോ ഓർക്കിഡിനെയും എൻ്റെ ക്ലാസ്സിലെ ഓരോ കുട്ടികളായി ഞാൻ കണ്ടു. ഓരോ ഓർക്കിഡ് പൂക്കൾ വിരിയുമ്പോഴും ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെ ചിരിയും കളികളുമായി അതിനെ മനസ്സിലാക്കി. അങ്ങനെയായിരുന്നു ഞാൻ ഓരോ ദിവസങ്ങളും ചെലവഴിച്ചിരുന്നത്. എല്ലാവരും വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് വരെ എൻ്റെ കഥകളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഞാൻ എൻ്റെ ചെടികളോടുകൂടി പങ്കുവച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഫാമിലിയുമായി ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് യാത്രയായി. യാത്രാമധ്യേ ഒരു താമര സെയിലിന് വെച്ചിരിക്കുന്നത് കാണാനിടയായി. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, എനിക്ക് ആ താമര വേണം. പൂക്കളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന എനിക്ക് എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ മകൻ അത് വാങ്ങിത്തരികയും സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ താമരത്തോട്ടത്തിൻ്റെ തുടക്കം. ഇനി ആ താമര ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതാണ് പിങ്ക് ക്ലൗഡ്. ധാരാളം പൂക്കൾ തരുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. വളരെ മനോഹരിയാണ്. എന്നും ധാരാളം പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പിങ്ക് ക്ലൗഡ്. ആദ്യമായി താമര വയ്ക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് പിങ്ക്. ധാരാളം ഇതളുകളുള്ള ഈ പിങ്ക് ക്ലൗഡ് വർഷം മുഴുവനും പൂക്കൾ തരുമെന്നതുകൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിങ്ക് ക്ലൗഡ് എന്ന എൻ്റെ ആദ്യത്തെ കൺമണിയിൽ നിന്നും 54ഓളം വെറൈറ്റികൾ വരുന്ന ഒരു താമരത്തോട്ടം തന്നെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവരെ ഓരോരുത്തരെയുമായി ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.